ഞങ്ങൾ ഈ 4 മണിക്ക് യാത്ര ചെയ്ത് ബാംഗ്ലൂരിലുള്ള നന്ദി ഹിൽസിലോട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ബാംഗ്ലൂർ ട്രിപ്പ് സീരീസ് വീഡിയോയിൽ ഇടാൻ വിട്ടുപോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നേരം വെളുക്കുന്നതിന് മുമ്പ് നന്ദി ഹിൽസ് എത്തണം, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ 4 മണിക്ക് ഹെബ്ബാലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ നന്ദി ഹിൽസിലെത്തി. പെട്ടെന്ന് പാസ്സൊക്കെ എടുത്ത് മുകളിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ഞാൻ ഇത്ര തിരക്കൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം രാവിലെ ആണല്ലോ, ഇത്ര തിരക്കൊട്ടും കാണില്ല എന്ന് ഞാനും വിചാരിച്ചു. 6 മണിക്കാണ് ഇവിടെ സഞ്ചാരികൾക്കായി ഓപ്പൺ ചെയ്യുന്നത്. ഇവിടുത്തെ സൂര്യോദയം സൂര്യാസ്തമയം കാണാനാണ് ഇത്ര തിരക്ക്. അങ്ങനെ കുറേ നേരം നടന്ന് ഞങ്ങൾ നന്ദി ഹിൽസിന്റെ ടോപ്പിലെത്തി. മൂടൽമഞ്ഞും നിറയെ മരങ്ങളും വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഇവിടെ. സൂര്യോദയം ഞങ്ങൾക്ക് മിസ്സായെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സൂര്യൻ വന്ന് എത്തി നോക്കുന്നുണ്ട് മൂടൽമഞ്ഞുങ്ങൾക്കിടയിൽ കൂടി. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിറയെ മുന്തിരിത്തോട്ടങ്ങളും കൃഷിയും ഒക്കെ കാണാൻ പറ്റുമോ? അതെ, കാണാൻ പറ്റും. ഞങ്ങൾ ഹെബ്ബാലിൽ നിന്ന് നന്ദി ഹിൽസിലോട്ട് പോയ റൂട്ട് അങ്ങനെ ഒരു റൂട്ടായിരുന്നു. നല്ല ഗ്രാമപ്രദേശം, പശുക്കളും നിറയെ കൃഷിയും മുന്തിരിത്തോട്ടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ബാംഗ്ലൂരിൽ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. കമ്പം തേനി പോകുന്ന റൂട്ടിലാണ് ഞാൻ ഇത്രയും മുന്തിരിത്തോട്ടങ്ങൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരിലും കണ്ടു. ഇവിടെ നിന്ന് മുന്തിരി ഇതുപോലെ ലൈവായി പറിച്ചെടുക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ മുന്തിരി പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉടമസ്ഥൻ വന്നാൽ ഞങ്ങൾക്ക് കിട്ടും. അതിനു മുമ്പേ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നന്ദി ഹിൽസ് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഈ റൂട്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.